ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള സംഘർഷത്തിന് ഇപ്പോഴും അയവ് വന്നിട്ടില്ല. എന്നാൽ ഇന്ത്യ എന്താണ് ആക്രമിക്കാത്തത്? ഇത് നമ്മുടെ നാട്ടിലെ ജനങ്ങളെല്ലാം ചോദിക്കുന്നു. മാത്രമല്ല, കോൺഗ്രസിന്റെ അധ്യക്ഷനായ മല്ലികാർജുൻ ഖാർഗെ ഇത്തരത്തിൽ ഒരു നിലപാട് ഉന്നയിച്ചത് ഇപ്പോൾ വലിയ ചർച്ചയായി മാറിയിരിക്കുകയാണ്. അതായത് ഒരു പ്രശ്നമുണ്ടായാൽ ഉടൻ കയറി ആക്രമിക്കാൻ കഴിയുന്ന ഒരു രാജ്യമല്ല പാകിസ്ഥാൻ. കാരണം ഇന്ത്യയും പാകിസ്ഥാനും ആണവ രാജ്യങ്ങളാണ്. അതുകൊണ്ട് തന്നെ ഇന്നല്ലെങ്കിൽ നാളെ ആക്രമിക്കും, അല്ലെങ്കിൽ ഇങ്ങനെ ഒരു തിരിച്ചടി കൊടുക്കണം എന്ന് നമ്മുടെ നാട്ടിലെ ജനങ്ങൾ ചിന്തിക്കുന്നു. തെറ്റു പറയാൻ കഴിയില്ല. ഒരു പക്ഷേ ഈ നരേന്ദ്രമോദി സർക്കാരുകൾ വരുന്നതിന് മുമ്പായിരുന്നുവെങ്കിൽ ഇങ്ങനെ ഇന്ത്യയിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടായാൽ തിരിച്ചടിക്കുന്നില്ലേ, എന്താണ് തിരിച്ചടിക്കാത്തത്, ഇതൊന്നും നമ്മൾ ചിന്തിക്കില്ല. ആ പ്രശ്നങ്ങൾ പരിഹരിക്കാനുള്ള മാർഗ്ഗമാണ്. പക്ഷേ ഇപ്പോൾ അങ്ങനെയല്ല. ഇസ്രയേലിനെ പോലെ ഇപ്പം പാലസ്തീനോ അല്ലെങ്കിൽ ഹമാസോ ഒക്കെ കയറി ഒരു ആക്രമണം നടത്തിയാൽ എന്താണ് തിരിച്ചടിക്കാത്തതെന്ന് ചോദിക്കുന്ന ജനങ്ങളും അതിന് നേതൃത്വം നൽകുന്ന ഭരണകൂടവും അവിടെയുണ്ട്. സമാനമാണ് ഇന്ത്യയുടെ അവസ്ഥ. ഇന്ത്യയിൽ എന്തെങ്കിലും പ്രശ്നമൊക്കെ ഉണ്ടായാൽ എങ്ങനെയാണ് തിരിച്ചടിക്കുന്നത് അവർക്ക് സങ്കല്പിക്കാൻ കഴിയില്ല. നമുക്കറിയില്ല ബലാക്കോട്ടിലെ സംഭവങ്ങളൊക്കെ, ഉറിയിലെ സംഭവങ്ങളൊക്കെ. അപ്പോൾ തന്നെ നമുക്ക് മനസ്സിലായി ഇന്ത്യ ശക്തമായ നിലപാട് സ്വീകരിക്കും. ഇവിടെയും അതുതന്നെയാണ്. പക്ഷേ ഇപ്പോൾ ഇന്ത്യ നേരിട്ടൊരു യുദ്ധം നടത്തിയാൽ പാകിസ്ഥാനും ഒരു ആണവ രാജ്യമാണ്, ഇന്ത്യയും ആണവ രാജ്യമാണ്. ഈ ആണവ യുദ്ധത്തിൽ ഒരു പക്ഷേ ഏതെങ്കിലും ഒരു രാജ്യം ആണവായുധം ഉപയോഗിക്കാൻ പാടില്ല എന്നൊക്കെയാണ്. പക്ഷേ യുദ്ധത്തിൻ്റെ അവസാനം എന്ന് പറയുന്നത് വിജയം മാത്രം ലക്ഷ്യമാക്കി നീങ്ങിയാലോ? ഇവിടെയാണ് ഇന്ത്യ മറ്റൊരു വഴിയിലൂടെ തിരിയുന്നു എന്നതിൻ്റെ സൂചനകൾ പുറത്തു വരുന്നത്. അതായത് ഗിൽജിത്ത് ബാൾട്ടിസ്ഥാൻ മേഖലയിലേക്കാണ് ഇപ്പോൾ ഇന്ത്യ ലക്ഷ്യം വെക്കുന്നത്. അതായത് പാകിസ്ഥാൻ ഭരണകൂടത്തിന് വലിയ സ്വാധീനമൊന്നുമില്ലാത്ത ഗിൽജിത്ത് ആൻഡ് ബാൾട്ടിസ്ഥാൻ മേഖല ഏതാണ്ട് 72,000 ചതുരശ്ര കിലോമീറ്ററാണ് അതിൻ്റെ വിസ്തൃതി എന്നാണ് പറയപ്പെടുന്നത്. അവിടുത്തെ ജനസംഖ്യയാണെങ്കിൽ 13 ലക്ഷമേ ഉള്ളൂ. അപ്പോൾ പാകിസ്ഥാൻ കരുതുന്നത്, ലോകരാജ്യങ്ങൾ കരുതുന്നത് പാകിസ്ഥാൻ്റെ കൈവശമുള്ള കാശ്മീർ, അതായത് പാക് ഒക്കുപ്പൈഡ് കാശ്മീരിന് മേൽ നമ്മൾ ആക്രമണം നടത്തും. അതുകൊണ്ട് തന്നെ അവിടെ ആർമിയെ വളരെ കൃത്യമായിട്ട് പാകിസ്ഥാൻ വിന്യസിച്ചിട്ടുണ്ട്. വളരെയധികം ബങ്കറുകൾ നിർമ്മിച്ചിട്ടുണ്ട്. കൂടാതെ ഭക്ഷ്യ സാധനങ്ങളുമായിട്ടുള്ള വാഹനങ്ങൾ അങ്ങോട്ടേക്ക് നീങ്ങുന്നുണ്ട്. സൈനിക സഹായത്തിന് വേണ്ടിയിട്ടുള്ള ആയുധങ്ങളുമായിട്ടുള്ള വാഹനങ്ങൾ നീങ്ങുന്നു. ഒപ്പം POK എന്ന് പറയുന്നത് ഇന്ത്യ വിരുദ്ധരായ ഭീകരവാദികളുടെ ഒരു വലിയ കേന്ദ്രം കൂടിയാണ്. മാത്രമല്ല അവിടെ ഉള്ളവർക്ക് ഇന്ത്യയോട് എക്കാലത്തും വിരോധമുണ്ട്. അവിടുത്തെ സാധാരണ ജനങ്ങൾക്കുണ്ട്. ഒപ്പം പാകിസ്ഥാൻ ആർമിയുണ്ട്. ഇവരെല്ലാം കൂടെ ചേർന്ന് ഇന്ത്യയെ ആക്രമിച്ചാൽ ഇന്ത്യക്ക് വലിയൊരു യുദ്ധം അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ നടത്തേണ്ടി വരും. അതിനേക്കാൾ എളുപ്പം ഒരു മാർഗ്ഗം എന്ന രീതിയിലാണ് ഈ ബാൾട്ടിക് മേഖലയിലേക്ക് ഇപ്പോൾ ഇന്ത്യ ലക്ഷ്യം വെക്കുന്നത്. ഇപ്പോൾ കേരളം എന്ന് പറഞ്ഞാൽ ഏതാണ്ട് 36,000 ചതുരശ്ര കിലോമീറ്ററോളം വിസ്തൃതിയുള്ള ഒരു ഭൂപ്രദേശം. അവിടുത്തെ ജനസംഖ്യ ഏതാണ്ട് 3.5 കോടിയിലധികം വരും. അതിൻ്റെ പകുതിയിൽ പോലും ഇല്ലാത്ത ഒരു ജനസംഖ്യയുള്ള മേഖലയാണ് ബാൾട്ടിസ്ഥാൻ എന്ന് പറയുന്നത്. അപ്പോൾ ഈ ബാൾട്ടിസ്ഥാനെ ഇന്ത്യയുടെ കൈവശത്തേക്ക് കൊണ്ടുവരാൻ ആഗ്രഹിക്കുന്ന ജനങ്ങൾ അവിടെയുമുണ്ട്. അതുകൊണ്ടാണ് ഇത്തരം ഒരു നീക്കം നടത്തുമ്പോൾ പാകിസ്ഥാൻ ഞെട്ടുന്നത്. മാത്രമല്ല, ഇന്ത്യക്ക് താല്പര്യമുള്ള കുറച്ച് മേഖലയുണ്ട്. ഇപ്പോൾ ഷിൻജിയാങ് എന്ന് പറയുന്ന ചൈനയുടെ അതിർത്തി ഉൾപ്പെടുന്ന പ്രദേശം, അതുപോലെ വഖാൻ കോറിഡോർ എന്ന് പറയുന്ന അഫ്ഗാൻ മേഖലയും ഉൾപ്പെടുന്ന ഒരു പ്രദേശം. ഇതിന് രണ്ടിനെയും അതിർത്തിയാണിത്. ഒപ്പം ഇന്ത്യക്ക് ഏഷ്യയിലേക്ക്, അതായത് സെൻട്രൽ ഏഷ്യയിലേക്ക് എളുപ്പം കടന്നു കയറാനുള്ളൊരു മേഖലയാണ്. അപ്പോൾ ഇവിടെ കൈവശം വെച്ചാൽ ഇന്ത്യക്ക് ഭാവിയിലും അത് ഗുണം ചെയ്യും. അതുകൊണ്ട് ഇത്തരം ഒരു നീക്കം നടത്തും. അപ്പം ടാർഗറ്റ്, അതുപോലെ അവരുടെ ഉന്നങ്ങൾ എല്ലാം തന്നെ POK മേഖലയിൽ, അതുപോലെ ഖൈബർ പഖ്തൂൺഖ മേഖലയിലൊക്കെ നിൽക്കുമ്പോഴാണ് ഗിൽജിത്ത് ബാൾട്ടിസ്ഥാൻ എന്ന മേഖലയിലേക്ക് നമ്മുടെ ലക്ഷ്യം തിരിയുന്നോ എന്നൊരു സംശയം ഉണ്ടാകുന്നത്. അപ്പം സിവിലിയൻ കാഷ്വാലിറ്റി കുറയും. അവിടെ ഇനി ആക്രമണം ഉണ്ടായെന്ന് വെച്ചു, അപ്പോഴും വളരെ കുറച്ച് ജനസംഖ്യയുള്ളൂ. അങ്ങനെ കുറഞ്ഞു കഴിഞ്ഞാൽ ലോകത്തിന് മുന്നിൽ നമ്മൾ വലിയ കാഷ്വാലിറ്റി സൃഷ്ടിക്കുന്ന, അല്ലെ ജനനിബിഡമായ പ്രദേശത്ത് ആക്രമിക്കുന്ന ഒരു രാജ്യമെന്ന ഇമേജ് മാറ്റാൻ പറയും. നമുക്കറിയാം, ഹാഫിസ് സെയ്ദ് എന്ന് പറയുന്നത് നമ്മുടെ ഹിറ്റ് ലിസ്റ്റിലെ ഒരു നൊട്ടോറിയസ് ക്രിമിനൽ ആണെന്ന് പറയാം. അതായത് നമ്മൾ എങ്ങനെയും കൊല്ലണം അല്ലെ തകർക്കണം എന്ന് കരുതുന്ന ഒരാളാണ്. പക്ഷേ 46 വർഷമായി അയാളെ ജയിലിൽ സൂക്ഷിച്ച് സംരക്ഷിക്കുന്ന പാകിസ്ഥാൻ എങ്ങനെയും അയാളെ രക്ഷിക്കും. അതുകൊണ്ടാണ് ഇപ്പോൾ ഹാഫിസ് സെയ്ദിൻ്റെ മകൻ വന്നിച്ച് പറയുന്നു, ഇന്ത്യയുടെ ആക്രമണം എപ്പോഴും വേണമെങ്കിലും ഉണ്ടാകാം, എൻ്റെ പിതാവിന് ജീവൻ നഷ്ടപ്പെടും, അദ്ദേഹത്തെ സംരക്ഷിക്കാൻ പാകിസ്ഥാന് കഴിയില്ല. അപ്പോൾ ISIയുടെ കമാൻഡോ, പാക് ആർമി, മറ്റ് സുരക്ഷിത സംവിധാനങ്ങൾ, CCTV ഇവിടെ ചുറ്റുപാടും ഉള്ള സുരക്ഷ, ഇതൊക്കെ ഉണ്ടെങ്കിൽ പോലും ഈ ഹാഫിസ് സെയ്ദിൻ്റെ ജീവന് ഭീഷണിയാണെന്ന് സ്വന്തം മകന് തോന്നണമെങ്കിൽ പാകിസ്ഥാൻ എത്രത്തോളം ദുർബലമാണെന്ന് നമുക്ക് മനസ്സിലാവും. നിലവിൽ പുറത്തു വരുന്ന കണക്കനുസരിച്ച് 96 മണിക്കൂറിനപ്പുറം തുടർച്ചയായി ഇന്ത്യയുമായി യുദ്ധം ചെയ്ത് നിൽക്കാൻ പാകിസ്ഥാൻ സാധിക്കുന്നില്ല. കാരണം പാകിസ്ഥാൻ്റെ ആയുധങ്ങൾ വരെ ഈ ഉക്രൈനും മറ്റും മറിച്ച് അവർ വിൽക്കും. കൂടാതെ ഈ പാക് ഭരണകൂടം ആർമിക്ക് ആയുധങ്ങളൊക്കെ വാങ്ങാനായിട്ട് വൻതോതിൽ ബജറ്റിൽ പണം അനുവദിക്കും. ഈ പണം അവിടുത്തെ പട്ടാള മേധാവികളും രാഷ്ട്രീയത്തിലെ തലപ്പത്തിരിക്കുന്നവരും തമ്മിൽ കട്ടുമുടിക്കും. ഇവർ വലിയ അഴിമതി നടത്തും. അപ്പോൾ കുറഞ്ഞ പണം മാത്രമേ കിട്ടുകയുള്ളൂ. ഇപ്പം ഈ പറയുന്ന പഹൽഗാം അറ്റാക്കിന് പണം കിട്ടിയതെന്ന് പറയുന്നത് അമേരിക്ക അവരുടെ F-16 വിമാനങ്ങളുടെ പരിപാലനത്തിനായി, അതായത് വർഷാവർഷം മെയിൻ്റനൻസ് നടത്തണം.
അതിനുവേണ്ടി ഒരു തുക പാകിസ്ഥാൻ അനുവദിച്ചു, 400 മില്യൺ എന്നാണ് പറയുന്നത്. ആ $400 മില്യൺ പണം എടുത്ത് വകമാറ്റി ISIക്ക് കൊടുക്കുന്നു. ഈ പണം ഉപയോഗിച്ചാണ് ഈ പഹൽഗാം അറ്റാക്കിനുള്ള നടപടികളെല്ലാം ചെയ്തത്. ഇത് അമേരിക്ക മനസ്സിലാക്കുകയും ചെയ്തു. ചുരുക്കം പറഞ്ഞാൽ പാകിസ്ഥാന് നവീന ആയുധങ്ങളില്ല, ആർമിയില്ല, അതുപോലെ തന്നെ വലിയ ജനപിന്തുണയില്ല, ആകെ പെട്ട് നിൽക്കുന്നൊരവസ്ഥ. ഈ അവസ്ഥയിലാണ് ഖൈബർ പഖ്തൂൺഖ മേഖലയിൽ തെഹരിക്കെ താലിബാൻ്റെ നേതൃത്വത്തിൽ വലിയൊരു കലാപത്തിന് കോപ്പ് കൂട്ടുന്നു. ഇപ്പുറത്തേക്ക് നോക്കിയാൽ ബലൂചിസ്ഥാൻ ലിബറേഷൻ ആർമി ഏതാണ്ട് 125-ലധികം പട്ടാളക്കാരെ കഴിഞ്ഞ ദിവസം കൊന്നു എന്നതിൻ്റെ വാർത്തകളൊക്കെ പുറത്തു വന്നു. അപ്പോൾ വലിയ കലാപം അവിടെ സൃഷ്ടിച്ചുകൊണ്ടിരിക്കുകയാണ്. തൊട്ടടുത്ത് സിന്ധു മേഖലയിലും പൊട്ടിത്തെറിക്കാനായിട്ട് നിൽക്കുന്നു. ഇതിനിടയിലാണ് ഗിൽജിത്ത് ബാൾട്ടിസ്ഥാൻ എന്ന് പറയുന്ന ലക്ഷ്യവുമായിട്ട് നമ്മൾ കൃത്യമായിട്ട് മുന്നോട്ട് നീങ്ങുന്നത്. അതായത് ഇന്ത്യക്കെതിരെ ഒരുപാട് പിടിച്ചു നിൽക്കാൻ പാകിസ്ഥാൻ പ്രയാസപ്പെടുമ്പോൾ തന്നെ ഇന്ത്യ ഇത്തരം ഒരു നീക്കം നടത്താം. അപ്പോൾ യുദ്ധമുന്നണിയിലേക്ക് ഇന്ത്യ ഇറങ്ങി തിരിച്ചാൽ മാത്രമേ ഉള്ളൂ. ഫിനിഷ് ചെയ്യാനായിട്ട് അഫ്ഗാനോ അല്ലെങ്കിൽ താലിബാനോ ഒക്കെ വരുമെന്ന കാര്യം സംശയമില്ലാത്തതാണ്. ഇപ്പോൾ റഷ്യയുടെ ഒരു നിലപാട് പുറത്തു വന്നു. അതായത് റഷ്യൻ പ്രസിഡന്റ് പുടിൻ്റെ അടുത്ത് പാകിസ്ഥാൻ ആവശ്യപ്പെട്ടിരുന്നു, എങ്ങനെയെങ്കിലും ഈ യുദ്ധ സാഹചര്യം ഒഴിവാക്കണം, ഇന്ത്യയുമായിട്ടുള്ള ഒരു നയതന്ത്ര ബന്ധം മെച്ചപ്പെടുത്തണം. കാരണം പണ്ട് ഈ താഷ്കൻഡ് കരാറൊക്കെ വെച്ച് 1965-ലെ 71-ലെയൊക്കെ യുദ്ധം അവസാനിപ്പിക്കാൻ മീഡിയേറ്ററായിട്ട് റഷ്യ നിന്നു എന്നൊക്കെ പറഞ്ഞിട്ടാണ്. അപ്പോൾ പുടിൻ ആദ്യം കേട്ടൊക്കെ നിന്നെങ്കിലും ഇപ്പോൾ പറഞ്ഞു, ഇല്ല, ഭീകരവാദികൾക്കെതിരെ ഇന്ത്യ എടുക്കുന്ന നിലപാടുകൾക്ക് പൂർണ്ണ പിന്തുണയുമായി ഞങ്ങൾ ഉണ്ടാകും എന്ന് പറഞ്ഞാൽ റഷ്യ കൃത്യമായിട്ട് നിലപാട് പ്രഖ്യാപിച്ചു. അപ്പോൾ ചൈനയെ കൂട്ടുപിടിച്ച് ചൈനയുടെ ഒരു പിന്തുണയോടുകൂടി റഷ്യയെ തങ്ങൾക്കൊപ്പം നിർത്താനുള്ള പാകിസ്ഥാൻ്റെ ആ പദ്ധതിയും പൊളിഞ്ഞു. ഇനി മറ്റൊരു രാജ്യം എന്ന് പറയുന്നത് തുർക്കിയാണ്. തുർക്കി നേരത്തെ വിമാനത്തിൽ പാകിസ്ഥാനിലേക്ക് ആയുധങ്ങൾ കൊണ്ടുവന്നു എന്നൊക്കെയാണ് പറഞ്ഞത്. ഇന്ത്യ ശക്തമായി പ്രതികരിച്ചപ്പോൾ പറഞ്ഞു, ഞങ്ങൾ ഇന്ധനം നിറയ്ക്കാനായിട്ട് വിമാനം പാകിസ്ഥാൻ വിമാനത്താവളത്തിൽ ഇറക്കിയതാണെന്ന് പറഞ്ഞു. ഇപ്പോൾ അവരുടെ ഒരു കപ്പൽ, ഈ കപ്പൽ ആയുധവുമായിട്ട് പാകിസ്ഥാൻ്റെ തുറമുഖത്ത് അടുത്തിട്ടുണ്ട്. അതേക്കുറിച്ച് ഇപ്പോൾ അവർ മിണ്ടുന്നില്ല. മാത്രമല്ല അവർ പറയുന്നു, ഒമാനിൽ നിന്ന് ഞങ്ങളൊരു സൗഹൃദ സന്ദർശനത്തിനായിട്ട് ഇവിടേക്ക് വന്നു. പക്ഷേ ഈ തൊയ്ബ് എർദോഗൻ്റെ തന്ത്രം നമ്മൾ മാത്രമല്ല മറ്റു ചിലരും കൃത്യമായിട്ട് അവിടെ പൊളിച്ചു. അതായത് എർദോഗൻ്റെ നാട്ടിൽ മറ്റൊരു കലാപം പൊട്ടിപ്പുറപ്പെട്ടു. അപ്പോൾ ആയുധങ്ങളുമൊക്കെ ആയിട്ട് വന്ന് പാകിസ്ഥാനെ സഹായിക്കാൻ ശ്രമിക്കുമ്പോൾ തന്നെയാണ് സ്വന്തം നാട്ടിൽ കലാപം ഉണ്ടാകുന്നത്. അപ്പോൾ നമ്മുടെ അജ്ഞാതർ എന്ന് പറയുന്നത് അത്ര മോശമൊന്നുമല്ല. അപ്പോൾ പാകിസ്ഥാനിലെ പല മേഖലകളിലേക്കും അജ്ഞാതൻ കടന്നു വരുമെന്നും ഹാഫിസ് സയ്യിദിനെയും അതുപോലെ തന്നെ അവിടുത്തെ സൈന്യാധിപനായ അസിം മുനീറിൻ്റെയും ജീവന് വരെ ഭീഷണി ഉണ്ടെന്ന് അവർ ഭയപ്പെടുന്നു. ഒപ്പം ISIയുടെ ഹെഡ്ക്വാർട്ടേഴ്സ് നിൽക്കുന്ന ഇസ്ലാമാബാദ് ഉൾപ്പെടെയുള്ള മേഖലയിലേക്ക് പാകിസ്ഥാൻ്റെ ആർമി ഹെഡ്ക്വാർട്ടേഴ്സിലേക്ക് വലിയ ആക്രമണം നടത്തും. ഇത് നമ്മൾ പറയുന്നതല്ല, പാക് ഇൻ്റലിജൻസ് വൃത്തങ്ങൾ അവിടുത്തെ ഭരണകൂടത്തിന് നൽകിയ വിവരമാണ്. അങ്ങനെയാണെങ്കിൽ ഏത് നിമിഷവും വലിയൊരു അറ്റാക്ക് അവർ പ്രതീക്ഷിക്കുന്നു. ഇതിനിടയിലാണ് പൂഞ്ച് മേഖലയിൽ നമ്മൾ വലിയൊരു ആക്രമണം നടത്തിയത്. കാരണം ഭീകരവാദികൾ ഒളിച്ചിരിക്കുന്ന മേഖലകളിലേക്ക് നമ്മൾ കടന്നു കയറുകയും അവിടേക്ക് കശ്മീർ പോലീസും ഇന്ത്യയിലെ കരസേനയും ചേർന്ന് ആക്രമണം നടത്തുകയും നിരവധി ബങ്കറുകളും മറ്റും തകർക്കുകയും ചെയ്തു. ഇതിനിടയിൽ നമ്മുടെ പ്രതിരോധ സെക്രട്ടറിയായ രാജേഷ് കുമാർ സിംഗുമായിട്ട് പ്രധാനമന്ത്രി നരേന്ദ്രമോദി കൂടിക്കാഴ്ച നടത്തി. അതിനുശേഷം വിവിധ സേനാ തലവന്മാരുമായിട്ട് പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗും മോദിയും ഒക്കെ കൂടിക്കാഴ്ച നടത്തി. എന്നിട്ട് പ്രതിരോധ മന്ത്രി പറഞ്ഞ ഒരു കാര്യം, ഇന്ത്യക്കാർ ആഗ്രഹിച്ച, ഇന്ത്യക്കാർ വിചാരിച്ചതുപോലെയുള്ള ഒരു സംഭവം ഉടൻ നടക്കും. അപ്പം മറ്റെന്തോ കൃത്യമായി പ്ലാൻ ചെയ്യുന്നുവെന്നാണ് ഇതിലൂടെ മനസ്സിലാകുന്നത്. അപ്പോൾ തുർക്കിയിൽ ഒരു പ്രശ്നം ഉണ്ടാക്കാൻ വന്നപ്പോൾ അവിടെ പ്രശ്നമുണ്ടായി. ചൈനയിലേക്ക് പ്രശ്നം ഉണ്ടാക്കാൻ, അല്ലെ ചൈന പാകിസ്ഥാനെ സഹായിക്കാമെന്ന് വിചാരിച്ച് വന്നപ്പോൾ റഷ്യ ഉപയോഗിച്ച് ഇന്ത്യ അതിന് തടസ്സമിട്ടു. ഇനി അടുത്ത ഈ വെള്ളം നമുക്കറിയാലോ, ഇപ്പം ചെനാബ് നദിയിലൂടെയുള്ള വെള്ളത്തിൻ്റെ ഒഴുക്ക് പോലും പാകിസ്ഥാനിലേക്ക് നിർത്തിവെക്കാൻ നമ്മൾ തീരുമാനിച്ചു. അണക്കെട്ടിൽ നമ്മൾ വെള്ളം സംഭരിക്കാൻ തീരുമാനിച്ചു. അങ്ങനെ സിന്ധിലും ജലത്തിലും ചെനാബിലും ഒരുപോലെ നീക്കങ്ങൾ നടത്തുമ്പോൾ മറ്റൊരു വാട്ടർ ബോംബ് അവിടെ രൂപപ്പെടുകയാണ്. അതായത് പഞ്ചാബ് മേഖലയുടെ 30%, അപ്പോൾ ഈ പാകിസ്ഥാൻ്റെ മൊത്തം GDPയുടെ 30% സംഭാവന ചെയ്യുന്ന പഞ്ചാബ് മേഖലയാണ്. അവിടെ വലിയ പ്രതിസന്ധി ഉണ്ടാകും, കാർഷിക മേഖല തകരും. അങ്ങനെയാണെങ്കിൽ അതിൻ്റെ ബഹുസ്ഫുരണങ്ങൾ എന്ന് പറയുന്നത് സിന്ധു മേഖലയിലേക്ക് വ്യാപിക്കും. അപ്പോൾ ആഭ്യന്തര കലാപം ഉണ്ടാകും. അപ്പോൾ നമ്മൾ രക്തം ഇറ്റിക്കാതെ അല്ലെ രക്തം വീഴ്ത്താതെ മറ്റൊരു സമ്മർദ്ദ തന്ത്രമാണ് ഈ പാകിസ്ഥാനിൽ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതിനെ ഇവർക്കിപ്പോൾ പ്രതിരോധിക്കാൻ കഴിയാത്ത ഒരു മേഖലയിലേക്ക് മാറിയിരിക്കുകയാണ്. ചുരുക്കം പറഞ്ഞാൽ ഗിൽജിത്ത് ബാൾട്ടിസ്ഥാന് മേൽ ഇന്ത്യ ലക്ഷ്യം വെക്കുന്നത് എന്താണ് എന്ന് പാകിസ്ഥാന് തിരിച്ചറിയാൻ കഴിയുന്നില്ല. കാരണം ആ മേഖലയുടെ പ്രത്യേകത പർവ്വതങ്ങളാൽ കുന്നുകളാലൊക്കെ നിറഞ്ഞ ദുർഘടമായ പാതകളുള്ള ഒരു പ്രദേശമാണ്. മാത്രമല്ല കൊടും ശൈത്യവുമാണ്. പക്ഷേ ഈ മലനിരകളിലെ കുന്നുകളിലൊക്കെ കയറി പോരാടാൻ പ്രത്യേക പരിശീലനം ലഭിച്ച സൈനികരാണ് ഇന്ത്യക്കുള്ളത്. ലോകത്തിൽ തന്നെ അത്രയും പ്രാഗൽഭ്യമുള്ള സൈനികർ ഒരുപക്ഷെ ഇന്ത്യക്കാണുള്ളതെന്ന് നമുക്ക് പറയാം. നമുക്കറിയാം, കാർഗിൽ യുദ്ധ സമയത്ത് നമുക്ക് ഒരുപാട് പ്രതിസന്ധികളെ നേരിടേണ്ടി വന്നപ്പോഴാണ് ഇത്തരത്തിലുള്ള യുദ്ധമുറകൾ നമ്മൾ അഭ്യസിച്ചത്.
അതുകൊണ്ട് തന്നെ ഗിൽജിത്ത് ബാൾട്ടിസ്ഥാൻ മേഖലയിലേക്ക് നമ്മൾ ഒന്ന് കടന്നു കയറാനായിട്ട് തീരുമാനിച്ചിട്ടുണ്ട്. അങ്ങനെ കടന്നു കയറിയാൽ ചൈന പാകിസ്ഥാൻ എക്കണോമിക് കോറിഡോറിന് പോലും അത് വലിയ ഭീഷണി സൃഷ്ടിക്കും. ഒപ്പം ഞാൻ നേരത്തെ പറഞ്ഞ ഷിൻജിയാങ് മേഖല, അതുപോലെ തന്നെ വഖാർ കോറിഡോർ, ഈ മേഖലയിലൂടെ ഇന്ത്യയുടെ ചില നീക്കങ്ങൾക്ക് ഇത് സഹായകമാകും. എന്തായാലും കാഷ്വാലിറ്റി കുറച്ചുകൊണ്ടുള്ള ഒരു ആക്രമണത്തിന് ഇന്ത്യ പദ്ധതിയിടുന്നു എന്നുള്ളത് ഒരു വലിയ ട്വിസ്റ്റായിട്ട് മാറിയിരിക്കുകയാണ്. പാകിസ്ഥാൻ ഒട്ടും ഇങ്ങനെ ഒരു നീക്കം ഇന്ത്യയിൽ നിന്ന് പ്രതീക്ഷിച്ചില്ല. അപ്പോൾ നമ്മൾ ഇതുവരെയുള്ള ഈ സൈനിക ആക്രമണങ്ങളിലൊക്കെ വിജയം നേടുന്നതെന്ന് പറഞ്ഞാൽ കൃത്യമായ പ്ലാനിങ് നടത്തുന്നതുകൊണ്ടാണ്. അപ്പം പ്ലാനിങ് നടത്തി 10-12 ദിവസങ്ങൾക്ക് ശേഷം ആക്രമണം നടത്തുന്നതുകൊണ്ടാണ് അതൊക്കെയും വിജയിക്കുന്നത്. ഇവിടെയും ഒരു പൂർണ്ണ യുദ്ധമായിരിക്കില്ല നമ്മൾ ലക്ഷ്യമിടുന്നത്. നമ്മളുടെ ടാർഗറ്റ് ചെയ്തിട്ടുള്ള ചില തീവ്രവാദികളെ, അവരുടെ സൈനിക നേതാക്കളെ, ISIയുടെ നേതൃത്വത്തെയൊക്കെ തീർക്കാനാണ് ലക്ഷ്യമിടുന്നതും. അതിനായിട്ട് ഒരുപക്ഷെ അജ്ഞാതർ വന്നെന്നിരിക്കാം, അതുപോലെ തന്നെ ലോറൻസ് ബിഷ്ണോയ് വന്നെന്നിരിക്കാം. ഇതെല്ലാം തന്നെ പാകിസ്ഥാനെ ഞെട്ടിക്കുന്നുണ്ട്. ഒപ്പം ചൈനയുടെ സപ്പോർട്ടോടെ റഷ്യ ആകർഷിക്കാനുള്ള ശ്രമം തകർന്നു. തുർക്കി കപ്പൽ നിറയെ ആയുധവുമായി വന്നപ്പോൾ തുർക്കിയിൽ ആഭ്യന്തര കലാപം പൊട്ടിപ്പുറപ്പെടുന്നു. ഒപ്പം പാകിസ്ഥാനിലെ പല മേഖലകളിലും ആഭ്യന്തര കലാപത്തിന് കോപ്പൊരുങ്ങുന്നുണ്ട്. മൊത്തത്തിൽ പറഞ്ഞാൽ ഈ ഇമ്രാൻഖാൻ്റെ ISI എന്ന പാർട്ടി പോലും ഇപ്പോൾ അവിടെ കലാപത്തിനുള്ള ശ്രമങ്ങൾ ആരംഭിച്ചു. പാക്കിലെ മുൻ പ്രധാനമന്ത്രിയായ ഇമ്രാൻഖാനെ സ്വതന്ത്രമാക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടാണ് ഇത്തരത്തിലൊരു കലാപം ഉയർന്നു വരുന്നത്. അപ്പോൾ ഇന്ത്യ ശരിക്കും പറഞ്ഞാൽ പാകിസ്ഥാനെ ഇതുവരെ ആക്രമിച്ചില്ല. എപ്പോൾ ആക്രമിക്കുമെന്ന ചോദ്യത്തിന് ഉത്തരവുമില്ല. പക്ഷേ പാകിസ്ഥാൻ്റെ തകർച്ച ഒരു സൈഡിൽ നിന്ന് തുടങ്ങി മറു സൈഡിലേക്ക് വ്യാപിക്കുന്നു എന്നതിൻ്റെ വ്യക്തമായ ഉദാഹരണങ്ങളാണ് പുറത്തേക്ക് വരുന്നത്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.